എന്തായിരുന്നു ഈ പ്രതി വന്നിട്ട് എന്താ ചോദിച്ചിരുന്നത്? ബാബുൻ്റെ വീടല്ലേ ഇത്, ബാബുൻ്റെ വീട് എവിടെ ഏതാന്ന് ചോദിച്ച്. അവൻ പുള്ളി അകത്തായിരുന്നു. ഞാൻ മോനെ ഇതേ ഒരാൾ വന്ന് വിളിക്കണ്, എന്താണെന്ന് അറിഞ്ഞൂടാന്ന്. അപ്പോൾ പറഞ്ഞ ആരാന്ന് വെച്ചാൽ എനിക്കറിഞ്ഞില്ലാന്ന് പറഞ്ഞു. അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞ പുള്ളി. പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ അകത്തോട്ടേക്കാണ് പോയത് അവർ. ഞാൻ ഒച്ചെടുത്ത് എറിഞ്ഞൂടെ പിന്നെന്താണെന്ന്. മുൻപത്ത് മൊത്തം വേദനയുള്ളൊരു സംഭവമായി. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളായിരുന്നു ബാബു. ഇയാൾ പിന്നെ ഈ മുടി വെച്ച ആൾ കുത്തിയിട്ട് പോകാനാണ് കത്തീനെ വീശി എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. വൈപ്പിനിലെ മുനമ്പം. ഈ കൂടി നിൽക്കുന്ന നാട്ടുകാർക്ക് അവരുടെ നടുക്കം മാറിയിട്ടില്ല. സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് 23 രാവിലെ 9:30. രാവിലെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് അവിടെ നിന്ന് പിന്നെ ചായ വേണ്ട കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോകുന്ന ആളാണ്. ഇവിടെ വന്ന് കുളിക്കാനായിട്ട് നിൽക്കാൻ നേരത്താണ് ഇയാൾ വന്ന് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ വന്ന് വിളിച്ച് ഭാര്യനെ വിളിച്ച് ബാബു ഉണ്ടാകുന്ന ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് വന്നാണ് കുത്തിയാണ് ചെയ്തത്. കുത്തി വീണ്. അപ്പോൾ ആൾക്കാർ ഓടിയെത്തി അവനെ പിടിക്കുകയും ചെയ്ത് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെല്ലുമ്പോഴത്തേനും മരിച്ച്. നല്ല മുറിവായിരുന്നു കഴുത്തിന്. ചെറിയൊരു കത്തി വെച്ചാണ് കുത്തിയത്. ബാബു ഇനി ചെറുപ്പം തൊട്ട് എനിക്കറിയാവുന്ന ആളാണ്. ഒരു പ്രശ്നക്കാരനുമല്ല, മാന്യമായിട്ട് കച്ചവടം ചെയ്ത് മീൻ കച്ചവടം ചെയ്ത് വിൽക്കുന്ന ആളാണ്. ഹാർബറിൽ 8-9 മണി രാവിലെ വരും, 3:30 വരും, 8 മണി 10 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോകും. അങ്ങനെ ഇന്നും അങ്ങനെ 8:45 വീട്ടിൽ പോയി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നതാണ് വീട്ടിലോട്ട്. വേറെ ഇതൊന്നുമില്ല, പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഉണ്ടായില്ല. ഇയാളിവിടെ അന്വേഷിച്ച് ബാബുവിൻ്റെ വീടും ബാബുവിനെ അന്വേഷിച്ച് നടക്കിയിരുന്നു സൈക്കിളെടുത്തിട്ട്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ആർക്കും അറിയില്ല, ഇങ്ങനൊരു വിഷയം വരുമെന്നുള്ളത് അറിഞ്ഞൂടാ. അകത്ത് കയറി ഇതൊക്കെ ചെയ്ത് അപ്പോൾ അയലന്തരത്തേര് 2 പേരും കൂടി പിടിച്ച് അവിടെ കെട്ടി ഇട്ട് അങ്ങനെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. 12 വർഷം മുമ്പ് ഇയാൾ പണിക്ക് എന്നിരുന്നാണ്. അന്ന് ഒരുപാട് തെറി ഇത് ബാബു പറഞ്ഞിട്ടുണ്ടെന്നാണ് അയാൾ പറയണത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ നിന്നപ്പോഴും പറഞ്ഞത് അങ്ങനെയാണ് ആൾക്കാരോട്, കൂടുന്നവരോട്. ഇവിടെ ആളുകൾ പറഞ്ഞാണ് ഞാൻ വന്നപ്പോൾ. നിലവിൽ ഈ സമയത്ത് കിട്ടുന്നൊരു വിവരം ഇതാണ് ഇങ്ങനൊരു വിവരമാണ് കിട്ടിയേക്കണത്. ഭാര്യ മാത്രമേ ഉണ്ടായുള്ളൂ. ഭാര്യനോടാണ് പ്രതി ചോദിച്ചത് ബാബു ഉണ്ടാന്ന്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്തത് ഭാര്യ. ഇല്ല, വായയുടെ അവിടെ ചെറിയൊരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് ഉണ്ടായുള്ളൂ. പക്ഷെ അവർക്കറിയില്ല ഇയാൾ ആരാണെന്നൊന്നും അറിയില്ല. നമുക്കൊരു ഇയാൾ അറിഞ്ഞൂടാ. നേരത്തെ ഒക്കെ ഇവിടെ പണിക്ക് നിന്നുള്ള അറിവില്ലാതെ നമുക്കറിയില്ല. മുൻപത്ത് മൊത്തം വേദനയുള്ളൊരു സംഭവമായി. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളായിരുന്നു ബാബു. ഒരു പ്രശ്നക്കാരനല്ല. മത്സ്യവ്യാപാരിയായ ബാബു കാലത്ത് മീൻ വിൽപ്പന നടത്തി തിരിച്ച് വീട്ടിൽ വന്നതാണ്. മീൻ നൽകാത്തതിൻ്റെ തർക്കമാണ് ഞെട്ടിപ്പിക്കുന്ന ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് ബാബുവിൻ്റെ ഭാര്യ മാത്രം. ബോട്ടുകളിൽ നിന്ന് മീൻ വാരിയെടുക്കുന്ന പതിവുണ്ടായിരുന്നു പ്രതിയായ പ്രവീണിന്. ബാബു വാങ്ങിച്ച മീനുകൾ വാരുന്നത് തടഞ്ഞതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഈ പ്രതിയായ പ്രവീൺ എന്ന് പറയുന്ന ആൾ ഇവിടെ വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണ്. ഈ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതി ബാബുവിനെ ആക്രമിച്ചത് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രദേശത്ത് നിന്നൊരു 2 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്നാണ് നാട്ടുകാരുടെ നിന്ന് അറിയാൻ പറ്റുന്ന വിവരമെന്ന് പറയുന്നത്. ഇത് ഈ പ്രതിയായ പ്രവീൺ 34 വയസ്സുകാരനായ പ്രതി ഉപയോഗിച്ചിരുന്ന സൈക്കിളാണ്. ഈ സൈക്കിളിലാണ് 23-ാം തീയതി രാവിലെ 9:30 ഈ വീട്ടിൻ്റെ പ്രദേശത്തേക്ക്, ബാബുവിൻ്റെ മുനമ്പത്തുള്ള ഈ വീട്ടിൻ്റെ പ്രദേശത്തേക്ക് പ്രവീണ് വന്നെത്തുന്നത്. 9:30 പിള്ളേർ ക്ലാസ്സിൽ പോകേണ്ടവന് ഇവിടെ കുറച്ച് പിള്ളേർ ബസ് കയറാൻ ഇവിടെ വണ്ടി വരും, ഓട്ടോറിക്ഷ. അപ്പോൾ അവർ ആ ടൈമിൽ പിള്ളേർ അരച്ചിട്ടാണ് ഇറങ്ങി ചെന്നത്. അപ്പോൾ ഈ ആൾ മുഖം മൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നമുക്ക് ആളെ വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. എനിക്ക് ആർക്കും അറിയാൻ വേണ്ട, ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇയാൾ പുറത്ത് പിന്നെ ആൾക്കാരെ കാണുന്ന ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേനും ഇയാളായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഒരു 3-4 പേരുണ്ട്. പിന്നെ സംഭവം നമുക്കറിയാൻ പാടില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇയാൾ പിന്നെ ഈ മുടി വെച്ച ആൾ കുത്തിയിട്ട് പോകാനാണ് കത്തീനെ വീശി എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഇവർ ഈ ഹാർബറിൽ റിസൾട്ട് ചെയ്യുന്ന ആളാണ്. അവൻ്റെ കൂടെ പണിയെടുത്തിടുന്ന ആളാണ്. ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞുള്ള അറിവാണ് നമുക്ക്. അല്ലാണ്ട് കൃത്യമായിട്ട് എനിക്ക് ഇതറിയില്ല കറക്റ്റായിട്ട് എന്താണെന്നുള്ളത്. ഒരു നല്ല വ്യക്തിപരം എന്താണെന്നാണ് നമുക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ഇവിടെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇരുന്നില്ല. ആൾ ചോരയെ കുളിച്ചിറക്കിയായിരുന്നു കണ്ടപ്പോൾ ആകെ കംപ്ലീറ്റ് ചോരയിലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ തന്നെ പേടിയായിരുന്നു. പലരും പലതാ പറയണത്. ഇയാൾ പലരോടും ചോദിച്ചെന്നാണ് പറയണത്. ഇങ്ങനെ വീട് രാവിലെ ചോദിച്ചെന്നാൽ പലരും പറയണം. ഇവിടെ കേൾവി നമ്മൾക്ക് നേരിട്ടറിയില്ല. ഇവിടെ ഈ പരിസരവാസികൾ പറയണത് അങ്ങനെയാണ്. ബാബുവിൻ്റെ വീട് എവിടെ ഏതാന്ന് ചോദിച്ച്. അപ്പോൾ കുറേ ബാബുമാരുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ച് പച്ചമീൻ ചെയ്യുന്ന ബാബുവിൻ്റെ വീടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പച്ചമീൻ നടത്തണില്ല. പിന്നെ അപ്പോൾ ചോദിച്ച് ആൻസനായിട്ട് കച്ചവടം നടത്തുന്ന ബാബുവാണെന്ന് പറഞ്ഞു.
അപ്പം പുള്ളി അകത്തായിരുന്നു. ഞാൻ മോനെ ഒരാൾ വന്ന് വിളിക്കണത് എന്താണെന്ന് അറിഞ്ഞൂടാന്ന്. അപ്പോൾ പറഞ്ഞ ആരാന്ന് വെച്ചാൽ എനിക്കറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞ പുള്ളി. പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അകത്തോട്ടേക്കാണ് പോയത് അവർ. ഞാൻ ഒച്ചെടുത്ത് അതിങ്ങനെ ഞാൻ അകത്തോട്ട് ഹാളിലേക്ക് പോയി. പിന്നെ അങ്ങോട്ട് പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നമ്മ സമയത്ത് ആൾക്കാരെ ഒച്ചെടുക്കാനല്ലേ നോക്കുള്ളൂ. ഒച്ചെടുത്ത് ഉണ്ടായുള്ളൂ. എനിക്ക് എന്താ പിന്നെ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പുള്ളിക്ക് അങ്ങനെ എല്ലാവരോടൊന്നും നല്ലൊരു മൈൻഡിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഇത്തിരി ഒച്ച എടുത്ത് വർത്താൻ അത്രേ ഉള്ളൂ. അത് വേറെ അങ്ങനെ ഒരാളായിട്ടൊരു വൈരാഗ്യമുള്ളതായിട്ട് ആർക്കും അറിയില്ല, അയാൾക്കും അറിയില്ല. എന്നോടിട്ടൊന്നും അങ്ങനെ പറയില്ല, ഇല്ല, അങ്ങനെ ഇല്ല, പറഞ്ഞിട്ടില്ല. പുള്ളി ഒച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ പോയിട്ട് പിന്നെ ഒച്ചെടുക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. എറിഞ്ഞോണ്ട് പിന്നെന്താണ്